അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ, നാളെ നമുക്ക് ഏതാണ് പരീക്ഷ? ലിസാനുൽ ഖുർആനാണ്. അപ്പൊ ലിസാനുൽ ഖുർആനിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ അഥവാ കഴിഞ്ഞ വർഷത്തെ ലിസാനുൽ ഖുർആനിൽ വന്ന പരീക്ഷ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ കണ്ടോ, മാങ്ങന്റെ ചിത്രം കണ്ടു. ഇതെന്താ വായിക്കുക? മാഹാദ. അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? മാഞ്ച അല്ലേ? നിങ്ങളെല്ലാവരും പറയും മാഞ്ച എന്ന് എഴുതും. എന്നിട്ട് പല കുട്ടികളും ഇവിടെ എന്ത് ചെയ്തു? മാഞ്ച ഇങ്ങനെ എഴുതും. മാഞ്ച എഴുതിയില്ലേ? ഇത് തെറ്റാണ്. എന്താ തെറ്റെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഹാദ എന്നുണ്ടല്ലോ. അപ്പൊ ആദ്യം ഇങ്ങോട്ട് ഈ ഹാദ എഴുതണം. ആദ്യം ഇവിടെ ഹാദ എന്ന് എഴുതണം. ആദ്യം ഇവിടെ ഹാദ എന്ന് എഴുതിയിട്ട് പിന്നെയാണ് ഇതിന്റെ പേര് എഴുതേണ്ടത്. മാഞ്ച എന്ന് എഴുതേണ്ടത്. അതേപോലെ മാ ഹാദിഹി. നിങ്ങളെല്ലാവരും പറയും പൂച്ചയാണ്. പൂച്ചക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹിറത്തു എന്നാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഹിറത്തുനിന്ന് ഇവിടെ എഴുതും. പക്ഷേ ഹിറത്തുനിന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂല. എന്തും കൂടി എഴുതണം? ഹാദിഹി എന്നും കൂടി എഴുതണം. അതേപോലെ ഹിറത്ത് എഴുതുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ എഴുതും ഹി. ഇത് തെറ്റാണ്. ഇങ്ങനെയല്ല വേണ്ടിയത്. എന്താ വേണ്ടിയത്? ഇങ്ങനെ വേണ്ടിയത് അല്ലേ? ഹിറത്തുൻ. പിന്നെ മൻ ഹാദ എന്താ വേണ്ടിയത്? ബാസിമുൻ ആണ് വേണ്ടിയത്? അല്ല, ഹാദ ബാസിമുൻ. മാ ഹാദിഹി? ഹാദിഹി സഹറത്തുൻ. ഇനി നോക്കാം, ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഹാദ ഹാദിഹി. ഏതെങ്കിലും ഒന്നും ഇവിടെ എഴുതണം. രണ്ടും കൂടി എഴുതാൻ പറ്റൂല. ബാബു എന്നാണ്. അപ്പൊ ഹാദ ബാബു എന്നാണോ ഹാദിഹി ബാബു എന്നാണോ? എങ്ങനെ ഇപ്പൊ ഇത് അറിയാം? ഞാൻ പറഞ്ഞുതരാം. ഐഡിയ ഉണ്ടേ. അതായത് അവസാനം താ ഉണ്ടോ നോക്കുക. ഏത് താ? അവസാനം നമ്മളെ മുട്ടത്താ, ഇങ്ങനത്തെ താ, അല്ലെങ്കിൽ നമ്മളെ പാമ്പിന്റെ തല പോലത്തെ താ. രണ്ട് താവ് കണ്ടപ്പോ നമ്മള്. അപ്പൊ അവസാനം ഇങ്ങനത്തെ താ ഉള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതാൻ പാടുള്ളൂ? ഇത് എഴുതാൻ പാടുള്ളൂ. ഹാദിഹി എഴുതാൻ പാടുള്ളൂ. ഇനി നിങ്ങൾ പറഞ്ഞാട്ടെ, ഇതിലെവിടെ അവസാനം താ ഉള്ള വരുന്നത്? 1, 2, 3 അല്ലേ? ഇത് 3ന് നിങ്ങൾ ഏതേ കൊടുക്കാൻ പാടുള്ളൂ? ഹാദിഹി. അപ്പൊ ഹാദിഹി ഷജറത്തുൻ, ഹാദിഹി ദജാജത്തുൻ, ഹാദിഹി സയ്യാറത്തുൻ. ഇനി ബാക്കിയുള്ളതിലൊന്നും താവില്ലല്ലോ. നിങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോ. ഹാദ എഴുതിക്കോ. നിങ്ങൾ ആരും ചീത്ത പറയില്ല, ഉറപ്പാണ്. അപ്പൊ താ ഉണ്ടെങ്കിൽ ഹാദിഹി, താ ഇല്ലെങ്കിൽ ഹാദ. അപ്പൊ അത് പഠിച്ചില്ലേ? ഇനി നോക്കാം. കണ്ടോ? അന ഉസ്താദുൻ. എന്താ വായിക്കുക? അന ഉസ്താദ്. അങ്ങനെയാണ് ഇവിടെ എന്താ കൊടുക്കേണ്ടത്? അന ഇബിനു എന്നാണ് കൊടുക്കേണ്ടത്. അതല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്ത അന്തി അല്ലേ? എപ്പോഴാ അന്ത പറയാ, എപ്പോഴാ അന്തി പറയുക? ഞാൻ പറഞ്ഞുതരാം. ആണാണെങ്കിൽ അന്ത, പെണ്ണാണെങ്കിൽ അന്തി. പാട്ട് പഠിക്കുക. ആണാണെങ്കിൽ അന്ത, പെണ്ണാണെങ്കിൽ അന്തി. അപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ട്, അല്ല ചിത്രത്തിൽ രണ്ടാളും ഉണ്ടല്ലോ, ആണും ഉണ്ട് പെണ്ണുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? അതിന് ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ഈ കുട്ടിന്റെ വിരല് കണ്ട, ഈ വിരലുമ്പോ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു നോക്ക. ഇപ്പൊ എവിടെ എത്തിപ്പോ നമ്മള്? ആൺകുട്ടിന്റെ എത്തി അല്ലേ? അപ്പൊ അന്ത ആണല്ലേ? ആണാണെങ്കിൽ അന്ത. അപ്പൊ ഇവിടെ എന്താ കൊടുക്കണ്ടത്? അന്ത. പഠിച്ചോ? ഇനി നോക്ക, ഇവിടെ ഉണ്ട് രണ്ടാളും ഉണ്ട്. പക്ഷെ ഈ വിരൽ എങ്ങോട്ടാ പോണെന്ന് നോക്കുക. പെണ്ണിലേക്കാണ്. പെണ്ണാണെങ്കിൽ അന്തി. ഓക്കെ, അപ്പൊ അന്തിയാണ് എഴുതുന്നത്. ഇനി അനെന്താ? അന മൗസുൻ. എല്ലാവർക്കും എഴുതാൻ അറിയും മൗസു, എല്ലാവർക്കും വായിക്കാൻ അറിയും. എന്നാ ഞാൻ മൗസു നമ്മുടെ എഴുതാം. നിങ്ങൾ ശരിയോ തെറ്റോ പറയണം. ശരിയാണോ? അല്ല, തെറ്റി. എവിടെ തെറ്റി? ഇതാ തെറ്റി അല്ലേ? സുൻ, മൗസുൻ. ഇതാണ് വേണ്ടിയത്. കുട്ടികൾ തെറ്റിക്കാറുണ്ടാക്കെ. അതേപോലെ ഇതെന്താ വായിക്കുക? അനാനാസ് എന്നാണ് എല്ലാവരും അറിയും. പക്ഷെ അനാനാസ് എഴുതണ നോക്കോ. തെറ്റുണ്ടോ? അനാനസുൻ. തെറ്റുണ്ട് ഇല്ലേ? എവിടെ തെറ്റിയേ? ഇവിടെ അലിഫ് വേണം അല്ലേ? അപ്പൊ ഇങ്ങനൊക്കെ കുട്ടികൾ തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ പുസ്തകം എടുത്തിട്ട് നന്നായി വായിച്ചു പഠിക്കണം. അപ്പൊ നമുക്ക് ഒന്നാം പാഠം മുതലൊന്ന് നോക്കാം. ഇവിടെ അന അർണബുൻ. എന്താ അർത്ഥം? അർണബ് പറഞ്ഞ മുയൽ അല്ലേ? ഇത് പൈനാപ്പിള്, ഇത് വാഴപ്പഴം, ഇത് അണ്ണാന്, ഇത് ഉസ്താദ്, ഇത് ബാസിം, ഇത് കുട്ടി, പഠിക്കുന്ന കുട്ടി, ഇത് പഠിക്കുന്ന പെൺകുട്ടി, ഇത് പൂവ്. എല്ലാത്തിനും പേരറിയാലോ. നിങ്ങൾക്ക് ചിത്രം ഇങ്ങനെ പൊത്തി പിടിച്ചാല് ചിത്രം പറയാൻ കിട്ടണം. ഇനി ഞാൻ ഇത് പൊത്തി പിടിച്ചാൽ ഇതിന്റെ പേര് പറയാൻ കിട്ടണം. കിട്ടോ? അന അർണബുൻ, അന അനാസുൻ, അന മൗസുൻ, അന സിഞ്ചാബുൻ, അന ഉസ്താദുൻ, അന ദാരിസുൻ, അന ദാരിസത്തുൻ, അന സഹറത്തുൻ. മനസ്സിലായോ? അപ്പോൾ
ഇത് പഠിച്ചു എല്ലാവരും. പിന്നെ ഇത് ചിത്രം കണ്ടാൽ പേര് പറയാനും പേര് കണ്ടാൽ ചിത്രത്തിന്റെ പേര് പറയാനും കിട്ടണം. അത് റെഡി ആവണം. പിന്നെ അത് വായിക്കാനും കിട്ടണം, എഴുതാനും കിട്ടണം. പ്രത്യേകിച്ച് ഇതാ മൗസ്, സിഞ്ചാബ്, അതേപോലെ അനാനാസ്, ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇത് എഴുതാൻ പഠിക്കണം. നിങ്ങൾ എന്തായാലും ഒന്ന് എഴുതി നോക്ക്, വിരലെടുത്തിട്ട് ഒന്ന് എഴുതി നോക്ക്. മൗസുൻ ഒന്ന് ഇവിടെ ഇങ്ങനെ എഴുതി നോക്ക്. എന്നിട്ട് നിങ്ങൾ തന്നെ ശരിയാണോ നോക്ക്. ഇനി നോക്ക്, അന ബാസിമുൻ, അന ലുബ്നത്തുൻ, അന ദാരിസുൻ, അന ദാരിസത്തുൻ. അപ്പൊ ഇവിടെ എന്താ വേണ്ടി? അന അർണബുൻ. ഇവിടെ എന്താ വേണ്ടി? സിഞ്ചാബുൻ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ വേണ്ടി? അന. ഇവിടെ രണ്ടും ഇല്ല, അപ്പൊ അന മൗസുൻ. ഇവിടെ അന സിഞ്ചാബുൻ. ഓക്കെ, നമ്മൾ അടുത്ത പാഠം നോക്കാം. ഇതെന്താണ്? ഹാദ ബൈത്ത്. ഇത് ഹാദ എന്ന് പറഞ്ഞാൽ എന്താ? ഹാദ എന്ന് പറഞ്ഞാൽ എന്താ? ഹാദ പറഞ്ഞാൽ ഇത്. അപ്പൊ ഹാദിഹി പറഞ്ഞാലോ അതും ഇതന്നെ, രണ്ടും ഇതന്നെ. ഇത് പിന്നെ എന്തിനാ രണ്ടെണ്ണം പറയണേ? ഒന്ന് പറഞ്ഞാൽ പോരെ. ഹാദ ഇബിനുൻ ഹാദ ബിന്തു എന്ന് പറഞ്ഞാൽ പോരെ. അത് പറ്റൂല. എന്താ അറിയോ? ഇതാരാ ആള്? പെൺകുട്ടിയാണ് അല്ലേ? പെൺകുട്ടിയാണെങ്കിൽ എന്ത് വേണം? മക്കനെ വേണ്ടേ? അതാ മക്കനിട്ട് വന്ന് കണ്ട, ഹാദിഹി മക്കനിട്ട് വേണ്ട. അപ്പൊ പെൺകുട്ടിയാകുമ്പോ എന്ത് വേണമെന്നറിയോ? നമ്മളെ ഹാദക്ക് മക്കനിട്ട് കൊടുക്കണം. ഇതാണ് മക്കന. കണ്ടോ മക്കന. അപ്പൊ എന്താ? പെൺകുട്ടിയാകുമ്പോ ഹാദിഹി എന്നേ പറയാൻ പറ്റുള്ളൂ. അർത്ഥമൊക്കെ ഒന്ന് തന്നെ, ഇത് തന്നെ അർത്ഥം. പക്ഷെ പെൺകുട്ടിയാക്കണം ഹാദിഹി. അപ്പൊ ഹാദ ഇബിനുൻ ഹാദിഹി ബിന്തുൻ. ഇതോ? ഇത് പൂവൻകോഴിയാണോ പെടക്കോഴിയാണോ എങ്ങനെ മനസ്സിലാവുക? ഇതാ പൂവ് കണ്ടില്ലേ? നല്ല പൂവുള്ള കോഴി. ഇതിനും പൂവുണ്ടല്ലോ, പക്ഷെ ഇതിനെ പൂവാണ് നല്ല വലുപ്പമുള്ള കോഴി അല്ലേ? അപ്പോ ആൺകോഴികളുടെ അഥവാ പൂവൻകോഴികളുടെ പൂവ് നല്ല വലിപ്പുണ്ടാവും. അപ്പൊ അതെന്താണ്? ദീക്ക് എഴുതാൻ അറിയില്ലായിരിക്കും. ഒന്ന് നോക്കിയാട്ടെ. ദീക്കുൻ. ദജാജത്ത് എഴുതാൻ അറിയാൻ നോക്കിയാട്ടെ. ഒന്ന് ദജാജത്തുൻ. കണ്ടോ? അവസാനത്തെ താഴെ ഏതാണ്? നമ്മളെ പാമ്പ് ആണ് അല്ലെ? ദജാജത്തുൻ. ഹാദാ ബൈത്തുൻ ഹാദിഹി ബക്കറത്തുൻ. ബക്കറത്തുൻ എങ്ങനെ എഴുതാൻ നോക്കിയോ? കാണാതെ എഴുതിയോ? ഇനി നോക്കാം. ഹാദാ ബാബുൻ ഹാദിഹി ഷജറത്തുൻ ഹാദാ കുർസിയുൻ ഹാദിഹി സയ്യാറത്തുൻ. ഇനി നോക്കേണ്ട എന്താ അറിയോ? ഞാന് ഇത് പൊത്തിപ്പിടിക്കും. അപ്പൊ നിങ്ങൾ പറയണം ഇവിടെ ഹാദയാണോ ഹാദിഹി ആണോ? അതേപോലെ ഇത് പൊത്തിപ്പിടിക്കുക. ദജാജത്തുൻ, അതിന്റെ ഇപ്പുറത്ത് ഹാദയാണോ ഹാദിഹി ആണോ? അതുപോലെ ബൈത്തുൻ, ഹാദയാണോ ഹാദിഹി ആണോ? അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക? അത് ആണാണെങ്കിൽ ഹാദ, പെണ്ണാണെങ്കിൽ ഹാദിഹി. അപ്പൊ ഇവിടെ ഫുള്ള് ആണുങ്ങളാണ്. ഇതാരാ? ആൺകുട്ടി. ഇതാരാ? പൂവൻകോഴി. ഇതോ? ഇത് വീട്. അപ്പൊ ഇതൊക്കെ ആണുങ്ങളാണ്. അതുകൊണ്ടാണ് എല്ലാം ഹാദ വന്നു. ഇവിടെ ഫുള്ള് പെണ്ണാണ്. ഇത് പെൺകുട്ടി, ഇത് പിടക്കോഴി, ഇത് പശുവല്ലേ പ്രസവിക്കല്. അപ്പൊ ഇത് പെണ്ണ്. അപ്പൊ പെണ്ണുങ്ങൾക്ക് എന്ത് വേണം? ഹാദിഹി. അപ്പൊ രണ്ട് പാട്ട് നമ്മൾ പഠിച്ചു. ആണാണെങ്കിൽ അന്ത, പെണ്ണാണെങ്കിൽ അന്തി. ആണാണെങ്കിൽ ഹാദ, പെണ്ണാണെങ്കിൽ ഹാദിഹി. ഇനി പെണ്ണാണെന്ന് എങ്ങനെ നോക്കുക? അതുണ്ട്, ഐഡിയ ഉണ്ട്. നോക്കിക്കോ. പെണ്ണുങ്ങളൊക്കെ മക്കനിട്ടുണ്ടാവും. ഇവിടെ കണ്ടില്ലേ? ഇതാ അവസാനം താവുണ്ടല്ലോ, അപ്പൊ ഇത് പെണ്ണാണ്. ബക്കറത്തുൻ താവുണ്ടല്ലോ, മുട്ടത്താവുണ്ടല്ലോ, അപ്പൊ ഇത് പെണ്ണാണ്. അപ്പൊ ഇവിടെ തായില്ലല്ലോ ഉസ്താദെ. തായില്ല, പക്ഷെ ഇത് മോളാണ്. മോൾക്ക് എന്താ പറയാ? ബിന്തുന്നാണ്. അപ്പോ ഇത് ഹാദിഹി എന്നാ കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾക്ക് പറയാൻ കിട്ടുമോ നോക്കാലോ. സയ്യാറത്തുൻ പെണ്ണാണോ ആണാണോ? പെണ്ണാണ്. അപ്പൊ എന്താ പറയേണ്ടത്? ഹാദിഹി. കുർസിയുൻ ഏതാ വേണ്ടി? ഹാദ. പരീക്ഷയ്ക്ക് ഇപ്പൊ ഇതെന്നാ ചോദിക്കട്ടോ, അത് ശരിക്കും പഠിക്കുക. പിന്നെ ഇതിന്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു. ചിത്രം കണ്ട പേര് പറയാൻ കിട്ടണം, എഴുതാനും കിട്ടണം. ഏറ്റവും പ്രധാനപ്പെട്ട ദജാജത്താണ്, എഴുതാൻ കിട്ടണം. ദീക്ക് എഴുതാൻ കിട്ടണം. അതുപോലെ ബിന്ത് എഴുതാൻ കിട്ടണം. ബക്കറത്ത്, അതൊക്കെയാണ് എഴുതാൻ പ്രയാസമുള്ള വാക്കുകൾ. എഴുതി പഠിക്കുക തന്നെ വേണം. അപ്പൊ നമ്മള് മൂന്നാമത്തെ പാഠത്തിലേക്ക് എത്തി. എന്താ അതിന്റെ അർത്ഥം? എന്താ പാഠം? അന്ത ഇബിനുൻ. ഈ അന്ത എന്ന് പറഞ്ഞാല് നീ മോനാണ്. നീ മോനാണ്. അപ്പൊ അന ഇബിനു എന്ന് പറഞ്ഞാലോ ഞാൻ മോനാണ്. അപ്പൊ അന്ത ഇബിനുൻ, നീ മോനാണ്. ഇവിടെ നോക്കുക, ആരാ സംസാരിക്കുന്നത്? ഉമ്മയാണ് സംസാരിക്കുന്നത് അല്ലെ? പെൺകുട്ടി ആൺകുട്ടിയോടെ വിരൽ എങ്ങോട്ടാ പോണത്? ഇതാ വിരൽ ഇങ്ങോട്ടാ പോണത്, ആണല്ലേ? അപ്പൊ എന്താ വേണ്ടി? അന്ത ഇബിന്. കട വിരൽ ഇങ്ങനെ വരച്ചു നോക്കെ, എങ്ങോട്ടാ പോകുന്നത്? ആണിലേക്കാ. അപ്പൊ അന്ത, ആണാണെങ്കിൽ അന്തല്ലേ? അന്ത ഇബിനുൻ. അപ്പൊ പെൺകുട്ടി എന്താ പറയാ? ഞാൻ മോളാണ്, ഞാൻ മോനാന്നാ പറയാ. പെൺകുട്ടി ഞാൻ മോനാന്ന് പറയോ? ഇല്ല, ഞാൻ മോളാണ്. ഇതെങ്ങോട്ടാ പോണേ? പെൺകുട്ടിക്കല്ലേ? അപ്പൊ അനബിന്തുൻ. കണ്ടോ? അനബിന്തുൻ. ഇനി നോക്കാം, ഇവിടെ വിരൽ എങ്ങോട്ടാ പോണ നോക്ക്, വരച്ചോക്ക്. പെൺകുട്ടിക്കാണ്. പെണ്ണാണെങ്കിൽ അന്തി അല്ലേ? അപ്പൊ അന്തി ഇബിന് എന്ന് പറയോ? ഇല്ല, അന്തി ബിന്തുൻ, മോള്. അപ്പൊ അന ഇബിന് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ
മോനാണ്. പഠിച്ചോ? ഇനി ഇതാരാ? ഉസ്താദാണ്. ഇതെങ്ങോട്ടാ വിരൽ പോണത്? ഉസ്താദിനൊക്കെ തന്നെ വിരൽ പോണു. ഉസ്താദ് ഉസ്താദിനെ ചൂണ്ട. അപ്പൊ എന്താ പറയാ? ഉസ്താദ് അന ഉസ്താദുൻ, ഞാന് ഉസ്താദാണ്. പിന്നെ ആൺകുട്ടിക്ക് പറയുമ്പോ എന്താ പറയാ? അന്ത ഇബിൻ. പെൺകുട്ടിനോട് പറയുമ്പോ അന്തി ബിന്ത. അതൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ? ഇനി നിങ്ങൾ ഈ പാഠത്ത് പഠിക്കണ്ട ഈ പാട്ട് നിർബന്ധമായി പഠിക്കണം. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഹാദാ ഇബിനി ഹാദിഹി ബിന്തി ഹാദാ ജദ്ദി ഹാദിഹി ഉമ്മി അന്ത അബതി അന്തി ഉമ്മി അന്ത നൂരി അന്തി സിരി. ഇത് നന്നായി പഠിച്ചോ. അത് പരീക്ഷയ്ക്ക് വരും. സാധ്യത കൂടുതലാണ്. അടുത്ത ഇത് നിങ്ങൾ പൂരിപ്പിക്കൂലേ? അന്ത ഇബിനുൻ. ഇവിടെ ബിന്തുന്നല്ലേ? വിരലെങ്ങോട്ടാ പോണ് നോക്ക്. വിരലെങ്ങോട്ടാ പോണ്? പെണ്ണാണ്. അപ്പൊ അന്തി ബിന്തുൻ. അടുത്ത് ഉസ്താദുൻ. ആരാ പറയുന്നത്? ഉസ്താദാ പറയണ. അപ്പൊ അന ഉസ്താദുൻ. പിന്നെ ഇവിടെ ദാരിസത്തുന്നുണ്ട് അല്ലെ? ദാരിസത്തുൻ പെണ്ണാണല്ലോ. തുൻ ഉണ്ട്. പിന്നെ ചൂണ്ടണ എങ്ങോട്ടോ നോക്കുക. എങ്ങോട്ടാണ്? കൂട്ടിക്കണം. അപ്പൊ അന്തി ഉസ്താദുൻ. പിന്നെ ഇവിടെ ഉസ്താദാണ് സംസാരിക്കണം. അതുകൊണ്ടാണ് അന ഉസ്താദ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നിങ്ങൾ സംസാരിക്കണം. നിങ്ങളെ പേരെന്താണ്? നിങ്ങളെ പേര് ആമിന ആണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? അന ആമിന എന്ന് പറയും. നിങ്ങളെ പേര് എന്താണ്? സയാൻ ആണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? അന സയാൻ എന്ന് പറയും. ഞാൻ സയാനാണ്. അപ്പൊ ഉസ്താദ് എന്താ പറയാ? അന ഉസ്താദ് എന്ന് പറയും. ഓക്കെ, നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. 4ാമത്തെ പാഠം മാഹാദ. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? ഹാദ ഹാദിഹി അല്ലെ? ഇവിടെ എന്താ പഠിക്കണത്? ഇവിടെ ചോദ്യമാണ് മാഹാദ. അപ്പൊ എന്താ ഉത്തരം പറയാ? ഹാദ മാഞ്ച. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താ ചോദിക്കുന്നത് അതിനനുസരിച്ചാണ് ഇവിടെ ഉത്തരം പറയാം. ഇവിടെ മാഹാദ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? ഇതെന്താണ്? അപ്പൊ എന്താ ഉത്തരം? മാഞ്ചാന്ന് ഉത്തരം പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടുത്തത് ഇങ്ങോട്ട് കോപ്പി അടിച്ച് എഴുതണം ആദ്യം. ഹാദ മാഞ്ച. മാഹാദിഹി ഇതെന്താണ്? ഹാദിഹി ഹിറത്തുൻ. അതെന്താ സംഭവം? മാഹാദ ഇവിടെ മാഹാദിഹി. എന്താ ഇവിടെ ഇങ്ങനെ കൊടുക്കാൻ കാരണം? പൂച്ചല്ലേ? പൂച്ച പെണ്ണാണേ. കണ്ടോ? പൂച്ചക്ക് മക്കനട്ടാ വന്നിങ്ങനെ പൂച്ച. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? ഹാദിഹി കൊടുക്കും. ഹാദിഹി ഹിറത്തുൻ. മൻ ഹാദ. ഈ നോക്കും. മൻ ഹാദ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇത് ആരാണ്? അപ്പൊ മൻ പറഞ്ഞ എന്താണ്? ആര്. അപ്പൊ എന്താ ഉത്തരം പറയാ? ഹാദ ബാസിം. ഇത് ബാസിമാണ്. മൻ ഹാദിഹി ഇതാരാണ്? ഹാദിഹി ലുബ്ന. ഇത് ലുബ്ന മോളാണ്. ഓക്കെ, അപ്പൊ മൻ ഹാദിഹി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് പറയാൻ കിട്ടണം. ഈ ചിത്രം കണ്ടാല്, അതായത് ഞാനിത് പൊത്തിപ്പിടിച്ചു. മൻ ഹാദിഹി. അപ്പൊ എന്താ പറയണ്ടത്? ഹാദിഹി ലുബ്ന. ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പറയാൻ കിട്ടണം. ഹാദിഹി ലുബ്ന എന്നാണെങ്കിൽ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? മൻ ഹാദിഹി. അടുത്ത് ഹാദിഹി ഹിറത്തിന്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? മാ ഹാദി. അപ്പൊ തിരിച്ച് ചോദ്യം വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതായത് കഴിഞ്ഞ കൊല്ലം ചോദ്യം വന്നത് എങ്ങനെയാണ്? ഇത് തന്നിട്ട് ഇവിടെ എഴുതാനാ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഈ കൊല്ലം എന്ത് ചെയ്യും? ഇവിടെ തരും, ഇത് എഴുതാൻ പറയും. അപ്പൊ അങ്ങനെ വന്നാൽ നിങ്ങൾ എഴുതൂലേ? എഴുതാനും നല്ല എളുപ്പമുണ്ട്. അതായത് ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഹാദിഹി ഹിറത്തുന്നല്ല നിങ്ങൾക്ക് തന്നത്. ഇപ്പൊ ഇവിടുത്തെ എഴുതാനല്ല നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ആദ്യത്തെ എടുക്കുക. ഇതെന്താ വായിക്കുക? ഹാദിഹി. അപ്പൊ ഹാദിഹി എന്ത് ചെയ്യുക? ആദ്യം കോപ്പി അടിച്ച് എഴുതുക. എന്നിട്ട് അതിന്റെ തുടക്കത്തിൽ എന്ത് കൊടുക്കുക? മാ കൊടുക്കുക. അപ്പൊ എന്തായി? മാ ഹാദിഹി. കണ്ടോ? അപ്പൊ ഹാദ മാഞ്ച നിങ്ങൾക്ക് ചോദ്യത്തിൽ തന്നു. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യാ? എന്ത് ചെയ്യാ? മാഞ്ച നമുക്ക് വേണ്ട. ബാക്കി എന്താ ഉള്ളത്? ഹാദ. അപ്പൊ ഹാദ അങ്ങോട്ട് എഴുതുക. ഹാദ എന്ന് എഴുതി. എന്നിട്ട് ഹാദന്റെ മുമ്പിൽ എന്ത് കൊടുക്കുക? മാ കൊടുക്കുക. അപ്പൊ മാ ഹാദ. ഇനി ആൾക്കാരാണെങ്കിൽ മന്ന കൊടുക്കട്ടോ. ആൾക്കാരാണെങ്കിൽ മന്ന കൊടുക്കുക. പിന്നെ ജീവികളോ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എന്താ കൊടുക്കുക? മാ എന്നാ കൊടുക്കുക. ഓക്കെ, അടുത്ത് നോക്കാം. ഹാദ കലമുൻ. ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. പരീക്ഷ നല്ല ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഇത് വരും. ഹാദ കലമുൻ. അപ്പൊ എന്താ ചോദിക്കുക? മാ ഹാദ. ഹാദ അഹി മൻ ഹാദ. ഹാദിഹി സഹറത്തുൻ മാ ഹാദിഹി. ഹാദിഹി ഉഖ്തി മൻ ഹാദിഹി. മാ ഹാദ. ഹാദ കിതാബുൻ. അപ്പൊ ഇതെന്താ ചോദിക്കണം ഇവിടെ? മൻ ഹാദ. അപ്പൊ എന്താ പറയാ? ഹാദ അഹി. പിന്നെ മാ ഹാദിഹി. ഹാദിഹി ഹിറത്തുൻ. പിന്നെ മൻ ഹാദിഹി. ഹാദിഹി ലുബ്ന. പഠിച്ചോ? കണ്ടോ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് പൊത്തിപ്പിടിക്കുക. ഹാദ കലമുൻ. അപ്പൊ എന്താ ഇവിടെ വരിക? മാ ഹാദിഹി അല്ല മാ ഹാദ. പിന്നെ ഹാദിഹി സഹറത്തുൻ. അപ്പൊ എന്താ വരിക? മാ ഹാദിഹി. അതുപോലെ ഇത് പൊത്തിപ്പിടിക്കുക. ഹാദ അഹി എന്നാണ്. അപ്പൊ എന്താ വരിക? മൻ ഹാദ. ഹാദിഹി ഉഖ്തി മൻ ഹാദിഹി. ഇത് പൊത്തിപ്പിടിച്ച് ഇതും കിട്ടണം, ഇത് പൊത്തിപ്പിടിച്ച്. അത് രണ്ടും നിങ്ങൾ ഇന്ന് രാത്രി ഇരുന്ന് പഠിക്കണം കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടണം. പിന്നെ അപ്പൊ ഈ പാഠം നമ്മൾ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല മാർക്കോട് കൂടി പാസ്സാവുക. എല്ലാവർക്കും ലിസാൻ എളുപ്പ പരീക്ഷ